രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ രാധയുടെ പ്രണയത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് രാധയുടെ പ്രണയം 164-ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. രാധാറാണിയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്കതിന് കഴിയുന്നത്. നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നിങ്ങൾക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് രാധയുടെ പ്രണയം. രാധയുടെ പ്രണയം ഇതിനു മുമ്പുള്ള ഭാഗം കാണണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി, അതിനകത്തുണ്ട്. അതേ കണക്ക് ഉടൻ തന്നെ വരുന്നു എല്ലാ ബുധനാഴ്ചയും ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ്, എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ്സാണ്, എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും സൗന്ദര്യ ലഹരിയുടെ ക്ലാസ്സാണ്. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കാൻ ഒരുപാട് പേര് ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അവർക്ക് നേരിട്ട് വരാം. ഞാൻ കൊല്ലത്താണ്. ദൂരെ നിന്ന് വരുന്ന ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഹോസ്റ്റൽ സൗകര്യമുണ്ട്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ഇല്ലെങ്കിൽ മുഴുവൻ എമൗണ്ടും തിരിച്ചു തരുമെന്നതാണ് എൻ്റെ രീതി. അതേ കണക്ക് തന്നെയാണ് നിങ്ങൾക്ക് ജ്യോതിഷം. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ കൊടുത്തിട്ടുണ്ട്, കേൾക്കുക. ജ്യോതിഷപരമായ എല്ലാ ഉപദേശങ്ങളും തികച്ചും സൗജന്യമായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, നിങ്ങൾ വിളിച്ചാൽ മതി. 9645333999. തികച്ചും സൗജന്യമാണ്. അതേ കണക്ക് തന്നെയാണ് നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അഷ്ടാവക്ര ഗീതയുണ്ട്. ഒരു ഹിന്ദു ഉറപ്പായിട്ടും അത് കണ്ടിരിക്കണം. പിന്നെ പ്ലേലിസ്റ്റിൽ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, ഹിന്ദുക്കൾ സന്ദർശിക്കേണ്ടതായിട്ടുള്ള ക്ഷേത്രങ്ങളെക്കുറിച്ചുണ്ട്. പിന്നെ അതേ കണക്ക് തന്നെ രാധികാ കവചൻ 2 എണ്ണം പാടിയിട്ടിട്ടുണ്ട്, ഞാൻ പഠിപ്പിച്ചിട്ടുമുണ്ട്. രാധാ സഹസ്രനാമം നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. രാധാ മാനസതന്ത്രം അൽബ പാടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കേൾക്കുക. പിന്നെ നമ്മുടെ കൃഷ്ണൻ്റെ പുനരവതാരമായ ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ അതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്, കേൾക്കുക. നിരവധി ഷോർട്ട് വീഡിയോ ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എന്നും രാവിലെ മോർണിംഗ് മെസ്സേജ് കിട്ടും. ഒരു പുതിയ പോസിറ്റീവ് എനർജിയോടുകൂടി നിങ്ങൾക്കൊരു ദിവസം ആരംഭിക്കാനത് സഹായിക്കും. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ
രാധേ രാധേ ബർസാനേ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണി കി ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണിയമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. അപ്പോൾ നമുക്ക് രാധയുടെ പ്രണയം ആരംഭിക്കാൻ പോവുകയാണ്. കൃഷ്ണനും രാധാറാണിയും കൂടെ വനത്തിൽ ഇങ്ങനെ ആടിപ്പാടി രസിച്ച് നടക്കുകയാണ്. ഒപ്പം സഖിമാരുമുണ്ട്. അപ്പൊ രാധാറാണി പറയുകയാണ്, കൃഷ്ണ എനിക്ക് ദേ ആ മരത്തിലെ ആ പഴം എനിക്ക് തരുമോ? പറഞ്ഞു തീരുന്നതിന് മുമ്പ് കൃഷ്ണൻ തൻ്റെ കവണ എടുക്കുകയാണ്. ആ കവണയ്ക്കകത്ത് കല്ല് തൊടുത്തിട്ട് വിടാൻ പോകുന്നതിന് മുമ്പ് രാധാറാണിയുടെ ആഗ്രഹം കേട്ട ആ ഫലം താഴെ വീഴുകയാണ്. കൃഷ്ണന് കവണ പ്രയോഗിക്കേണ്ടി വരുന്നില്ല. കൃഷ്ണൻ പോലും അത്ഭുതപ്പെട്ടു നിന്നു. രാധാറാണിക്ക് വേണ്ടി പഴങ്ങൾ താനേ വീണു. രാധാറാണി അടുത്ത് ചെല്ലുമ്പോൾ ആ പഴങ്ങൾ പിടിച്ചു നിൽക്കുന്ന കൊമ്പുകൾ ഇങ്ങനെ താന്നു കൊടുക്കുകയാണ്. എന്താണ്? അമ്മേ ഞങ്ങളെ സ്പർശിക്കൂ, ഞങ്ങളെ സ്പർശിക്കൂ, ഞങ്ങളെ എടുത്ത് അമ്മ ഭക്ഷിക്കൂ, അങ്ങനെ ഞങ്ങൾക്ക് മോചനം കിട്ടട്ടെ എന്നാണ്. അങ്ങനെ രാധാറാണിയും കൃഷ്ണനും തോഴിമാരുമൊക്കെ ചിരിച്ചു കുഴഞ്ഞ് ഒടുവിൽ രാധാകുണ്ടിന്റെ അടുത്തുള്ള ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വന്നിരുന്നു. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ പറയാൻ പോവുകയാണ്. രാധാ സഹസ്രനാമത്തിന്റെ ക്ലാസ് അധികം താമസിയാതെ രാധേ രാധേ ചാനലിൽ ആരംഭിക്കുന്നതാണ്. രാധാ സഹസ്രനാമത്തിന്റെ ക്ലാസ് അധികം താമസിയാതെ രാധേ രാധേ ചാനലിൽ ആരംഭിക്കും. രാധാറാണി എനിക്ക് ദർശനം തന്ന സംഭവം അധികം താമസിയാതെ നിങ്ങളുടെ മുന്നിലെത്തും. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ ഉണ്ട്, നിശ്ചയമായും കാണണം. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, 9645333999. നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുകയോ എന്നെ വിളിക്കുകയോ ചെയ്താൽ അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരുന്നതാണ്. പ്രതീക്ഷിക്കുക. രാധാ സഹസ്രനാമത്തിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടുള്ള അതിഗംഭീരമായ ക്ലാസ്, രാധാ സഹസ്രനാമം കീറി മുറിച്ചു പഠിപ്പിച്ചുകൊണ്ടുള്ള ക്ലാസ് ഉടൻ ആരംഭിക്കുന്നതാണ്. അങ്ങനെ കൃഷ്ണനും തോഴിമാരും എല്ലാവരും കൂടെ ചേർന്ന് ആ മരത്തിൻ്റെ ചുവട്ടിലങ്ങനെ ഇരുന്നു. അപ്പൊ തോഴിമാര് കുറച്ച് മാറിയിരിക്കുകയാണ്. അപ്പൊ എന്തു ചെയ്തു? കൃഷ്ണന്റെ മടിയിലാണ് ആരിയ്ക്കുന്നത്? രാധാറാണി ഇരിക്കുന്നത്. കൃഷ്ണൻ രാധാറാണിയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പ്രണയപൂർവം മുടിയൊക്കെ ഇങ്ങനെ തഴുകി രാധാറാണിയുടെ കവിളുകളൊക്കെ തലോടി രാധാറാണിക്ക് ഇടയ്ക്കിടയ്ക്ക് ചുംബനങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ പ്രണയത്തിന്റെ പറുദീസയിൽ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു തേനീച്ച വന്ന് രാധാറാണിയെ വല്ലാതെ ശല്യം ചെയ്യാൻ തുടങ്ങി. അപ്പൊ രാധാറാണി പറഞ്ഞു, വിഷു ഇതെന്താ ഇത് കൃഷ്ണ? അപ്പൊ കൃഷ്ണൻ അവിടെ നിന്ന് ഒരു ഗോപപാലന്റെ അടുത്ത് പറഞ്ഞു, ഇവനെ ആട്ടി ഓടിക്കൂ എന്ന് പറഞ്ഞു. ഗോപപാലൻ വന്ന് ആട്ടി ഓടിച്ചു. അങ്ങനെ കൃഷ്ണൻ രാധാറാണിയെ വീണ്ടും തൻ്റെ നെഞ്ചോട് ചേർത്ത് പുണർന്നിട്ട് രാധയുടെ ചെവിയിൽ പറഞ്ഞു, ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ രാധയാണ്, രാധയില്ലാതെ കൃഷ്ണനില്ല. അപ്പൊ രാധാറാണി കുലുങ്ങി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ കള്ളനാണ്. വളരെ മനോഹരമായി വാക്കുകൾ ഉപയോഗിക്കാൻ നീ അതീവ സമർത്ഥനാണെന്ന് എനിക്കറിയാം. കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അല്ല രാധേ, നീ എൻ്റെ പ്രാണനാണ് രാധേ. ഈ സമയത്ത് കാണാം ദാ വീണ്ടും വരുന്നു ഇല്ല തേനീച്ച. ആ തേനീച്ച എന്ന് പറയുമ്പോൾ മധു. ആ തേനീച്ച വന്ന് ശല്യം ചെയ്യാൻ പോയപ്പോൾ സുബലയെ വിളിച്ചിട്ട് കൃഷ്ണൻ പറഞ്ഞു, സുബല ഇതിനെ എത്രയും പെട്ടെന്ന് ആട്ടി ഓടിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ സുബല ഓടി വന്ന് ഈ തേനീച്ചയെ അവിടെ നിന്ന് തുരത്തി വനത്തിന്റെ അങ്ങേ അറ്റത്ത് കൊണ്ടുപോയി വിട്ടു. ഇനി അവൻ രാധാറാണിയുടെ അടുക്കലേക്ക് വരാൻ പാടില്ല. എന്നിട്ട് സുബല പറഞ്ഞു, ഞാൻ ആ മധുസൂദനനെ ഓടിച്ചു വിട്ടു.
ഇനി മധുസൂദനൻ ഇവിടെ ഇല്ല. അപ്പൊ സുബല മധുസൂദനൻ എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? യഥാർത്ഥത്തിൽ തേനീച്ചയാണ്. തേനീച്ചയുടെ മറ്റൊരു പേരാണത്. പക്ഷെ കൃഷ്ണനും അങ്ങനെ ഒരു പേരുണ്ട്, മധുസൂദനൻ എന്ന് പറഞ്ഞ്. ഇത് കേട്ടതോടുകൂടി മധുസൂദനനെ ഓടിച്ചു വിട്ടു. മധുസൂദനൻ ഇവിടെ ഇല്ല എന്ന് കേട്ടതോടുകൂടി രാധാറാണി പൊട്ടിക്കരയാൻ തുടങ്ങി. കൃഷ്ണ കൃഷ്ണ, നിന്നെ ആരാ ഓടിച്ചു വിട്ടത്? നിന്നെ ഓടിച്ചു വിടാൻ ധൈര്യമുള്ളത് ആരാ കൃഷ്ണ ഇവിടെ ഉള്ളത്? എൻ്റെ കൃഷ്ണ, എൻ്റെ കൃഷ്ണ, നിന്നെ ഓടിച്ചു വിട്ടവൻ ആരായാലും അവനെ ഞാൻ ഭസ്മമാക്കും കൃഷ്ണ. നീ എവിടെ കൃഷ്ണ? നീ എവിടെ കൃഷ്ണ? എൻ്റെ മധുസൂദന, എൻ്റെ മധുസൂദന, നീ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയോ? നീ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയോ? എവിടെ മധുസൂദന? എവിടെ മധുസൂദന നീ? ഓ പ്രാണനാഥ, ഓ പ്രാണനാഥ, നീ എവിടെ? രാധാറാണി വാവിട്ട് നിലവിളിക്കുകയാണ്. അപ്പൊ രാധാറാണിയുടെ വിചാരം കൃഷ്ണൻ പോയെന്നാണ്. അപ്പൊ കൃഷ്ണന്റെ മടിയിലിരിക്കുകയാണ്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, രാധേ, ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്, നീ എൻ്റെ മടിയിലിരിക്കുകയാണ്, കരയാതെ. അവൻ പറഞ്ഞ മധുസൂദനൻ വണ്ടാണ്, നീ എന്തിനാ വിഷമിക്കുന്നത്? നിന്റെ കൃഷ്ണനെ ആർക്കെങ്കിലും ഓടിച്ചു വിടാൻ പറ്റുമോ? പക്ഷേ രാധാറാണി ഇതൊന്നും കേൾക്കുന്നില്ല. രാധാറാണി അങ്ങനെ ആകെ പൊട്ടിക്കരഞ്ഞ് അലറി വിളിച്ച് അസ്വസ്ഥയാവുകയാണ്. എൻ്റെ കൃഷ്ണ, എൻ്റെ കൃഷ്ണ, എൻ്റെ കൃഷ്ണനെ ആട്ടി ഓടിക്കാൻ ഈ ബർസാനയിൽ, ഈ വൃന്ദാവനത്തിൽ ആരാണ് ധൈര്യപ്പെട്ടത്? ആരാണ് ധൈര്യപ്പെട്ടത്? അതാരായാലും ശരി, ഞാൻ അവനെ ഈ ഭൂമിക്ക് മുകളിൽ വെച്ചേക്കില്ല. എങ്കിലും എൻ്റെ കണ്ണ, ആരോ വന്നപ്പോൾ നീ ഓടിക്കളഞ്ഞല്ലോ എന്നെ ഇട്ടിട്ട്. ഞാനിക്ക് എങ്ങനെ ജീവിക്കും? ഞാൻ നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? രാധാറാണിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ രാധാറാണിയുടെ സങ്കടം കണ്ട് 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 കൃഷ്ണന് രാധാറാണി തൻ്റെ മടിയിലിരിക്കുകയാണെന്ന സത്യം പോലും മറന്നുപോയി. അതോടുകൂടി കൃഷ്ണന്റെ വിചാരം രാധ തൻ്റെ സമീപത്തുനിന്ന് പോയെന്നാണ്. കൃഷ്ണൻ എന്ത് ചെയ്തു? വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി, സ്ത്രീകളെ പോലെ. കൃഷ്ണൻ കരയാൻ തുടങ്ങി. രാധേ, രാധേ, നീ എവിടെ പോയി? എന്നെ വിട്ടിട്ട് നീ എവിടെ പോയി രാധേ? നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് അറിയില്ലേ രാധേ? നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് അറിയില്ലേ രാധേ? നീ ഇത് എവിടെ രാധേ? നീ ഇത് എവിടെ രാധേ? എൻ്റെ രാധ എവിടെ? എൻ്റെ രാധ എവിടെ? സുബല, സുബല, അവൾ എൻ്റെ മടിയിലുണ്ടായിരുന്നല്ലോ, അവൾ എൻ്റെ മടിയിലുണ്ടായിരുന്നല്ലോ. അവൾ എങ്ങോട്ടേക്കാണ് പോയത്? ഈ വനം മുഴുവനും നീ തിരയൂ, പറയൂ. അവളുടെ കണ്ണൻ, അവളുടെ കണ്ണൻ അവളെ കാണാതെ നെഞ്ചു പൊട്ടി തകർന്നു മരിച്ചു പോകുമെന്ന് പറയൂ. കൃഷ്ണൻ കരയാൻ തുടങ്ങി. അപ്പോൾ കൃഷ്ണന്റെയും രാധാറാണിയുടെയും ഈ ദുഃഖം കണ്ടതോടുകൂടി തോഴിമാര് ബോധരഹിതരായിട്ട് അങ്ങ് വീണു. രണ്ടുപേരും ബോധരഹിതരായി. അപ്പോൾ ഈ സമയത്ത് എന്തു ചെയ്തു? കൃഷ്ണനും രാധാറാണിയും ഇങ്ങനെ നിലവിളിക്കുകയാണ്. അപ്പോഴാണ് അത്ഭുതം സംഭവിക്കുന്നത്. രാധാറാണിയുടെ കണ്ണിൽ നിന്നൊലിച്ചിറങ്ങി മണ്ണിലൂടെ ഒഴുകിയ കണ്ണുനീരും കൃഷ്ണന്റെ കണ്ണിൽ നിന്നൊലിച്ചിറങ്ങി മണ്ണിലൂടെ ഒഴുകിയ കണ്ണുനീരും അവർ രണ്ടു വഴിയിലൂടെ ഒഴുകി ഒഴുകി വന്നൊന്നായി. രാധാകൃഷ്ണന്മാരെ പോലെ കൃഷ്ണന്റെയും രാധാറാണിയുടെയും കണ്ണുനീരുകൾ തമ്മിൽ പരസ്പരം ആലിംഗനം ചെയ്തു. ആ രണ്ടുപേരുടെയും കണ്ണുനീർ പരസ്പരം വാരിപ്പുണർന്നു. ആ കണ്ണുനീര് പതുക്കെ ഒരു കുളമായി രൂപാന്തരപ്പെട്ടു. അത്രയ്ക്കാണ് അവര് കരഞ്ഞത്. അതേ, അതിമനോഹരമായ കണ്ണാടി പോലെ തെളിഞ്ഞ ഒരു കുളമായി അത് രൂപാന്തരപ്പെട്ടു. ആ കുളത്തിന്റെ പേരാണ് പ്രേമ സരോവരം. വൃന്ദാവനത്തിൽ പോയിട്ടുള്ള ഭാഗ്യവാന്മാരെ, ഭാഗ്യവതികളെ, നിങ്ങൾ അത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണ ഭാഗ്യവാന്മാരല്ല. അങ്ങനെ അവർ രണ്ടുപേരും കരയുകയും കൃഷ്ണന്റെ കണ്ണുനീരും രാധാറാണിയുടെ കണ്ണുനീരും ഒന്നു ചേർന്ന് പ്രേമ സരോവരം എന്ന കുളമുണ്ടായി. ആ കുളം, പ്രിയപ്പെട്ടവരെ, കൃഷ്ണന്റെ കണ്ണുനീരാണ്, രാധാറാണിയുടെ കണ്ണുനീരാണ്. അങ്ങനെ കരഞ്ഞ് 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 രണ്ടുപേരും ബോധരഹിതരായി
ഉണ്ടായി. ശ്രീകൃഷ്ണന്റെ ബോധം മറഞ്ഞു, രാധാറാണിയുടെ ബോധം മറഞ്ഞു, തോഴിമാര് ബോധം കെട്ട് കിടക്കുന്നു, ഗോപബാലന്മാരാരും അടുത്തുപോലുമില്ല. എന്തു ചെയ്യും? വല്ലാത്ത ഒരവസ്ഥയിലായി. ഈ സമയത്ത് രാധാറാണിയുടെ പെൺകിളി, രാധാറാണിയുടെ പെൺകിളി, രാധാറാണിയുടെ പെൺതത്ത രാധാറാണിയുടെ പേര് വിളിക്കാൻ തുടങ്ങി. രാധേ 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 രാധേ. ഈ പേര് വിളിക്കുന്നത് ആര് കേട്ടു? കൃഷ്ണൻ കേട്ടു. രാധേ 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 എന്ന പേര് കൃഷ്ണനെ വീണ്ടും ബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അതുപോലെ കൃഷ്ണന്റെ ആൺകിളി ഉണ്ടല്ലോ, കൃഷ്ണന്റെ ആൺകിളി ഇരുന്ന് കൃഷ്ണന്റെ പേരും വിളിക്കാൻ തുടങ്ങി. കൃഷ്ണ 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 കൃഷ്ണ. ഇതാര് കേട്ടു? രാധാറാണി കേട്ടു. അപ്പൊ രാധാറാണിയുടെ തത്ത രാധേ രാധേ എന്ന് വിളിക്കുന്നത് കൃഷ്ണനും, കൃഷ്ണന്റെ തത്തയാകട്ടെ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കുന്നത് രാധാറാണിയും കേട്ടു. കണ്ണന്റെ നാമം കേട്ടതോടുകൂടി രാധാറാണിക്ക് തൻ്റെ നഷ്ടപ്പെട്ട ബോധം വീണ്ടും കിട്ടുന്നു. രാധാറാണിയുടെ പേര് കേട്ടതോടുകൂടി കൃഷ്ണന് തൻ്റെ നഷ്ടപ്പെട്ട ബോധം വീണ്ടും കിട്ടുന്നു. അവർ രണ്ടുപേരും എഴുന്നേറ്റു. കൃഷ്ണ കൃഷ്ണ, നീ എവിടെ? നീ എൻ്റെ അടുക്കലുണ്ടോ? നീ എന്നെ ഇട്ടിട്ട് എന്തിനാ പോയത് കണ്ണ? അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, രാധേ രാധേ, നീ എന്നെ ഇട്ടിട്ട് എന്തിനാ പോയത്? നീ എവിടാ പോയത്? നീ എവിടാ പോയത്? കൃഷ്ണ, ഞാനല്ല, നീയല്ലേ എന്നെ ഇട്ടിട്ട് പോയത്? ഇല്ല രാധേ, നീയാ പോയത്. എന്നെ ഇനി ഇട്ടിട്ട് പോകല്ലേ രാധേ, എന്നെ ഇനി ഇട്ടിട്ട് പോകല്ലേ രാധേ. നിന്റെ സാമീപ്യമില്ലാതെ ഈ കൃഷ്ണന് ജീവിക്കാൻ സാധിക്കില്ല രാധേ. കൃഷ്ണനും രാധയും പരസ്പരം വാരി പുണർന്നു. അങ്ങനെ വാരി പുണർന്നു നിന്ന അവരുടെ രണ്ടുപേരുടെയും കണ്ണീര് വീണ കുളം കണ്ടു, പ്രേമ സരോവരം കണ്ടു. കൃഷ്ണൻ രാധയെ തൻ്റെ കൈകളിൽ ഇങ്ങനെ കോരിയെടുത്തിട്ട് പറഞ്ഞു, രാധേ, നമ്മുടെ കണ്ണുനീർ വീണ തടാകം, നമുക്ക് അവിടത്തേക്ക് പോകാം. രാധാറാണിയെ കൈകളിൽ എടുത്തുകൊണ്ട് കൃഷ്ണൻ നടന്നു. അങ്ങനെ കൃഷ്ണൻ പ്രേമ സരോവരം എന്ന കുളത്തിന്റെ അടുത്തെത്തി. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, കണ്ണാടി പോലെ തെളിഞ്ഞ ജലം, രാധേ, നീ നിന്റെ മുഖം നോക്കൂ. അപ്പോൾ രാധാറാണി അതിലേക്ക് തൻ്റെ മുഖം നോക്കി. സ്വാഭാവികമായിട്ടും രാധാറാണി നോക്കുമ്പോൾ രാധാറാണിയുടെ മുഖത്തിൻ്റെ പ്രതിബിംബമാണ് അവിടെ വരേണ്ടത്. പക്ഷേ രാധാറാണി കണ്ടത് എന്താണ്? കൃഷ്ണന്റെ മുഖമാണ്. അപ്പൊ രാധാറാണി പറഞ്ഞു, ഇതെന്തൊരത്ഭുതം കൃഷ്ണ, ഞാൻ നോക്കുമ്പോൾ നിന്റെ മുഖമാണ് കാണുന്നത്. വാ കൃഷ്ണ, വാ കൃഷ്ണ, നീ ഒന്ന് നോക്കേ ഇതിനകത്തേക്ക്. അപ്പൊ കൃഷ്ണൻ നടന്നടുത്തേക്ക് ചെന്നു. എന്നിട്ട് കൃഷ്ണൻ എന്ത് ചെയ്തു? ആ തടാകത്തിലേക്ക് തൻ്റെ മുഖം നോക്കി. കൃഷ്ണൻ ഞെട്ടിപ്പോയി. അവിടെ കൃഷ്ണന്റെ മുഖം കാണുന്നില്ല, പകരം രാധാറാണിയുടെ മുഖം കാണുന്നു. അപ്പൊ രാധാറാണി പറഞ്ഞു, ഇതെന്തൊരത്ഭുതം. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഉത്തമമായി പ്രണയിക്കുന്നവരാരാണോ, ഹൃദയത്തിൽ തട്ടി പ്രണയിക്കുന്നവർ ആരാണോ, മനസ്സിനെ, റോഡ് സൈഡ് ആയതുകൊണ്ട് ആംബുലൻസ് പോകുന്ന ശബ്ദമാണ്, അതായത് ശരീരത്തെ അല്ലാതെ ആത്മാവിനെ പ്രണയിക്കുന്നവരാരാണോ അവർ ഈ തടാകത്തിൽ വന്ന് നോക്കിയാൽ അവരുടെ ഇണയുടെ മുഖം കാണും രാധേ. നീ തടാകത്തിൽ നോക്കുമ്പോൾ എൻ്റെ മുഖവും ഞാൻ തടാകത്തിൽ നോക്കുമ്പോൾ നിന്റെ മുഖവും കണ്ടാൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ പ്രണയം അതീവ വിശുദ്ധമാണെന്നാണ്. രാധാറാണി കൃഷ്ണനെ കെട്ടിപ്പിടിച്ചു, കൃഷ്ണൻ രാധാറാണിയെയും കെട്ടിപ്പിടിച്ചു. ആ പ്രണയത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിന്ന സരോവരം, പ്രേമ സരോവരം ഇന്നും അവിടെയുണ്ട്, ഇന്നും അവിടെയുണ്ട്. ഉദാത്ത പ്രണയത്തിൻ്റെ ഉത്തമ മാതൃകയായി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രണയിക്കുന്നു എങ്കിൽ ഇന്നും ആ സത്യം നിങ്ങൾക്കറിയാൻ പറ്റും. നിങ്ങളുടെ പ്രണയം അതീവ വിശുദ്ധമാണെങ്കിൽ ഇന്നും നിങ്ങൾ പ്രേമ സരോവരത്തിൻ്റെ അടുത്ത് ചെന്ന് നോക്കിയാൽ
പുരുഷൻ നോക്കുമ്പോൾ അവൻ സ്നേഹിക്കുന്ന കാമുകിയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ മുഖം കാണാം. സ്ത്രീ നോക്കിയാൽ അവൾ സ്നേഹിക്കുന്ന കാമുകന്റെ അല്ലെങ്കിൽ പുരുഷന്റെ മുഖം കാണാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രണയം അതീവ വിശുദ്ധമാണ്. നിങ്ങളുടെ പ്രണയം ശരീരബോധത്തിനും അപ്പുറമുള്ളതാണ്. നിങ്ങൾക്ക് മോക്ഷമാണ്. അപ്പൊ രണ്ടുപേര് തമ്മിൽ പ്രണയിക്കുന്നവരോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരോ അവരുടെ പ്രണയം, അവരുടെ ജീവിതം സിൻസിയറാണോ, സത്യസന്ധമാണോ എന്നറിയുന്ന ഏറ്റവും വലിയ പരീക്ഷണമാണിത്. രണ്ട് ഭാര്യ ഭർത്താക്കന്മാർ അവിടെ ചെന്നിട്ട് ഭാര്യ ആ ജലത്തിൽ നോക്കുമ്പം ഭാര്യയുടെ മുഖവും ഭർത്താവ് നോക്കിയാൽ ഭർത്താവിൻ്റെ മുഖവും കണ്ടാൽ നിങ്ങൾ ഉത്തമ ദമ്പതികളല്ല. കാമുകന്മാർ അവിടെ ചെന്ന് നോക്കുമ്പോൾ കാമുകി നോക്കുമ്പോൾ കാമുകിയുടെ മുഖവും കാമുകൻ നോക്കുമ്പോൾ കാമുകന്റെ മുഖവും കണ്ടാൽ അതിൻ്റെ അർത്ഥം ഇത് ഉത്തമ പ്രണയമല്ല. കാമുകന് വേറെ പ്രണയമുണ്ട്, അല്ലെങ്കിൽ കാമുകിക്ക് വേറെ പ്രണയമുണ്ട്, അല്ലെങ്കിൽ ഇതിൽ ആർക്കോ ഒരാൾക്ക് വേറെ പ്രണയമുണ്ട്. ഈ പ്രണയം മാംസനിബദ്ധമാണ്. അതേസമയം ഒരു പുരുഷനും സ്ത്രീയും ചെന്ന് നോക്കുമ്പോൾ പുരുഷൻ നോക്കുമ്പോൾ അവൻ്റെ പെണ്ണിൻ്റെ മുഖവും സ്ത്രീ നോക്കുമ്പോൾ താൻ സ്നേഹിക്കുന്ന പുരുഷന്റെ മുഖവുമാണെങ്കിൽ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. ഇത് നിങ്ങളുടെ അവസാന ജന്മമാണ്. നിങ്ങളുടെ പ്രണയം ഉത്തമമായ പ്രണയമാണ്. നിങ്ങൾ യഥാർത്ഥ സോൾമേറ്റുകളാണ്. രണ്ടുപേർക്ക് സോൾമേറ്റ് ആണോ എന്ന് സംശയം തോന്നിയാൽ ഇത് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? പക്ഷേ ഇത് ദുരുപയോഗപ്പെടുത്തും. ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഇത് കേട്ടിട്ട് ഓരോരുത്തർ പറയും, ആ ദിലീപ് സാറ് പറഞ്ഞ് ഇത് ചെയ്താൽ മതിയെന്ന്, നമുക്ക് വൃന്ദാവനത്തിൽ പോകാം. അവൻ വൃന്ദാവനത്തിൽ നിങ്ങളെ വിളിക്കുന്നത് ഒരിക്കലും ഇതിൽ നോക്കാനൊന്നും അല്ല. പിന്നെയോ അത് നിങ്ങളുടെ മാംസത്തോടുള്ള ആഗ്രഹത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് അത്തരം സാഹസങ്ങൾക്ക് മുതിരണ്ട. കല്യാണം കഴിച്ച ദമ്പതികൾ ആരാണെങ്കിലും ശരി തന്നെ, ഇവിടെ നോക്കിയാൽ ഉത്തമ പ്രണയമുള്ള ആര് നോക്കിയാലും, രാധാജി നോക്കിയപ്പോൾ കൃഷ്ണന്റെ മുഖവും കൃഷ്ണൻ നോക്കിയപ്പോൾ രാധാജിയുടെ മുഖവും കണ്ടു. അതാണ് പ്രേമ സരോവരം. അതാണ് പ്രേമ സരോവരം. അതാണ് പ്രേമ സരോവരം. ഉദാത്ത പ്രണയത്തിന്റെ ഉത്തമ മാതൃക പ്രേമ സരോവരം. ഇനി നമുക്ക് ഭീമസേനന്റെ കാര്യത്തിലേക്ക് വരാം. ഭീമസേനന്റെ മനസ്സ് നിറയെ ആ യുവതിയായിരുന്നു. ആരായിരിക്കും അത്? എന്നെ അർദ്ധരാത്രിക്ക് കാണണമെന്ന് പറഞ്ഞ യുവതി ആരായിരിക്കും? എത്ര ശ്രമിച്ചിട്ടും ഭീമസേനൻ ആളിനെ പിടികിട്ടുന്നില്ല. വല്ലാത്ത ഒരാകാംക്ഷ ഭീമസേനന്റെ മനസ്സിൽ നിറഞ്ഞു. എന്നാലും അത് ആരായിരിക്കും? അങ്ങനെ എന്നെ അർദ്ധരാത്രിക്ക് ഒരു യുവതി കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഭീമസേനൻ സന്ധ്യയായപ്പോൾ നദിയിൽ പോയി വിശാലമായിട്ടൊന്ന് മുങ്ങിക്കളിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? തനിക്കിഷ്ടമുള്ള ഭക്ഷണം മൃഷ്ടാന്നം കഴിച്ചു. കാരണം സന്തോഷം വരുമ്പോൾ ഭീമസേനൻ അങ്ങനെയാണ്, ആഹാരം നന്നായിട്ട് അങ്ങോട്ട് കഴിക്കും. അപ്പോൾ ആഹാരം നന്നായിട്ട് കഴിച്ചതിന് ശേഷം അർജുനനോടൊക്കെ ഒരല്പം കുശലം പറഞ്ഞു. അർജുനന്റെ അടുത്ത് ചോദിച്ചു, അർജുന നീ ദ്രോണാചാര്യനെ കണ്ടോ? ആചാര്യൻ എന്ത് പറഞ്ഞു? അപ്പോൾ പറഞ്ഞു, ദ്രോണാചാര്യൻ പറഞ്ഞത് ദുശാസനനും ദുര്യോധനനുമൊക്കെ ഇവിടുന്ന് പിണങ്ങി പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ദ്രോണാചാര്യർ എന്ത് ചെയ്യും? അപ്പോൾ പറഞ്ഞു, ദ്രോണാചാര്യർ അശ്വത്ഥാമാവ് പോകുമെങ്കിൽ തൻ്റെ നാട്ടിലേക്ക് പോകും, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം അർജുനൻ പിന്നെ അധികം സംസാരിക്കാറില്ല. ഭീമസേനൻ എന്ത് ചെയ്തു? വൈകുന്നേരമാകാൻ, രാത്രിയാകാൻ കാത്തിരുന്നു. അങ്ങനെ രാത്രിയായപ്പോൾ യുധിഷ്ഠിരനും ദ്രൗപദിയും കൂടെ മണിയറയിലേക്ക് പ്രവേശിച്ചു. കാരണം യുധിഷ്ഠിരന്റെ ഊഴമാണിപ്പം ദ്രൗപദിയോടൊപ്പം. അവര് രണ്ടുപേരും മണിയറയിലേക്ക് പ്രവേശിച്ചു. ഈ സമയത്ത് പുറത്തുള്ള വിശാലമായ അങ്കണത്തിൽ അർജുനനും നകുലനും സഹദേവനും ഭീമസേനനും വേണ്ടി മഞ്ചങ്ങൾ ഇങ്ങനെ ഒരുക്കിയിട്ടു. അപ്പോൾ എന്തു ചെയ്തു? ഭീമസേനൻ ഗോപുവിൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ മഞ്ചം കുറച്ച് ദൂരേക്ക് മാറ്റിയിട്ടേരെ എന്ന് പറഞ്ഞു. അങ്ങനെ ഗോപു മഞ്ചം കുറച്ച് ദൂരേക്ക് മാറ്റിയിട്ടു. വിളക്കുകളൊക്കെ അണഞ്ഞു. ഭീമസേനൻ നല്ല ഉറക്കം ഇങ്ങനെ നടിച്ചു കിടക്കുകയാണ്.
അർജുനനും നകുലനും സഹദേവനുമൊക്കെ ഉറങ്ങി, നന്നായിട്ട് ഉറങ്ങി എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഭീമസേനൻ പതുക്കെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്തു? തൻ്റെ അരയിൽ ചുറ്റിയിരുന്ന വാളെടുത്ത് തൻ്റെ അരയിൽ ചുറ്റിയിട്ട് ഗോപുവുമായിട്ട് ആ കുറ്റാക്കുറ്റിരുട്ടത്ത് ബല്യന്റെ വീട്ടിലേക്ക് പോയി. കാരണം ഈ യുവതികൾ ബല്യന്റെ വീട്ടിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഭീമസേനനും ഗോപുവും കൂടെ ചേർന്ന് ബല്യന്റെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഈ രണ്ട് സ്ത്രീകളും പരിചാരകമാരുടെ വേഷത്തിലിരിക്കുകയാണ്, ദാസിമാരുടെ വേഷത്തിലിരിക്കുകയാണ്. രണ്ടുപേരും മുഖം മറച്ചിട്ടുണ്ട്. അപ്പോൾ ഇരുന്നതിൽ മൂത്തവൾ എഴുന്നേറ്റ് ഭീമസേനനെ കണ്ടപ്പോൾ ഭീമസേനന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പക്ഷേ ഇളയവളാകട്ടെ കൈകൊണ്ട് തൊഴുതത് മാത്രം, നമസ്കരിച്ചതുമില്ല, ഒന്നുമില്ല, യുവതിയാണ്. അതിനുശേഷം ആ മൂത്ത സ്ത്രീ ചെന്ന് വാതിലുകൾ അടച്ചു. എന്നിട്ട് അവരതിൻ്റെ താഴെ ഇരുന്നു. ഭീമസേനൻ അവിടുത്തെ കട്ടിലിൽ വന്നങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ഭീമസേനൻ ആ കന്യകയോട് ചോദിച്ചു, നിങ്ങളാണോ രഹസ്യമായിട്ട് എന്നെ ഈ രാത്രിയിൽ കാണാൻ ആഗ്രഹിച്ച യുവതി? അപ്പോൾ ആ യുവതി തലയാട്ടി. അതെ എന്നർത്ഥത്തിൽ തലയാട്ടി. അപ്പോൾ ഭീമസേനൻ വളരെ നിഷ്കളങ്കമായി പറഞ്ഞു, വൃഗോദര രാജാവിൻ്റെ ഭക്ഷണമാകാനുള്ള പുറപ്പാടാണോ? യുവതി ഒന്ന് ചിരിച്ചു, പതുക്കെ ചിരിച്ചു. മുത്തുമണികൾ ചിതറി വീഴുന്നത് പോലെയുള്ള ചിരി. ആ ചിരി ഭീമസേനന്റെ ഹൃദയത്തെ നന്നായി സ്പർശിച്ചു. അപ്പോൾ വീണ്ടും ചോദിച്ചു, അല്ല, അവിവാഹിതയായ നിങ്ങൾ എന്നെ അർദ്ധരാത്രിക്ക് ഒറ്റയ്ക്ക് കാണാൻ വരിക എന്നത് മറ്റുള്ളവരറിഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ പുകിലെന്നറിയാമോ? അപ്പോൾ പറഞ്ഞു, അത്തരം അപവാദങ്ങൾ എന്തു വന്നാലും വൃഗോദര രാജാവ് എന്നെ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഭീമസേനൻ ചോദിച്ചു, അത്രയ്ക്ക് ഉറപ്പാണോ? അത്രയ്ക്ക് ഉറപ്പാണ്. അപ്പോൾ പറഞ്ഞു, അതൊക്കെ ഇരിക്കട്ടെ, ഒരു കാര്യം എനിക്കറിയണം. ഭവതി ആരാണ്? നിങ്ങൾ ആരാണെന്ന് പറയൂ. എനിക്ക് പരിചയമില്ലാത്ത ആളിനോട് സംസാരിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് നിങ്ങളെ ഒരു പരിചയവുമില്ല. അപ്പം ആ യുവതി ഒന്നും കൂടെ ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആരാണെന്ന് അങ്ങ് ചോദിക്കുന്നു. പക്ഷെ നാട്ടിലൊക്കെ ഒരു വലിയ സംസാരമുണ്ട് വൃഗോദര രാജാവേ. അപ്പോൾ ഭീമസേനൻ ചോദിച്ചു, എന്താ സംസാരം? പരിചയമില്ലാത്ത യുവതികളെ കയ്യിലെടുത്ത് ആശ്രമ കുടീരത്തിലേക്ക് നടക്കുന്ന ആളാണത്രേ വൃഗോദരൻ. നദിയിൽ നൗക മുങ്ങുമ്പോൾ ആ മുങ്ങുന്നതിലുള്ള യുവതികളെയൊക്കെ രക്ഷിക്കുകയും ചെയ്യുമത്രേ. ഭീമസേനൻ ഒന്ന് ഞെട്ടി, ഇവൾക്ക് ഇത് ആര് ഈ കഥകളൊക്കെ എങ്ങനെ അറിഞ്ഞു? അപ്പോൾ ഭീമസേനൻ ചോദിച്ചു, നിങ്ങളിതൊക്കെ എങ്ങനെ അറിഞ്ഞു? അപ്പോൾ പറഞ്ഞു, ഇതിവിടെ നാട്ടിലെല്ലാം പാട്ടാണ്. വൃഗോദര രാജാവ് ഒരു പെൺകുട്ടിയെ രക്ഷിച്ചു എന്നത് നാട്ടിലെല്ലാം പാട്ടാണ്. അപ്പോൾ പറഞ്ഞു, അത് ശരി, നിങ്ങൾക്ക് എന്നെ അറിയാമോ? അപ്പോൾ അവർ പറഞ്ഞു, അറിയാം, എനിക്കറിയാമല്ലോ, അങ്ങേ അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ മുഖം മൂടിയിട്ടിരിക്കുന്നത്? ആ മുഖം മൂടി മാറ്റൂ, ഞാൻ നിങ്ങളെ കാണട്ടെ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ യുവതി തൻ്റെ മുഖം മൂടി മാറ്റി. ഭീമസേനൻ അക്ഷരാർത്ഥത്തിൽ ഒരു നിമിഷം സ്തംഭിച്ചു പോയി. പിന്നെ സന്തോഷത്താൽ തുള്ളിച്ചാടി, ജലന്ധരയാണോ? അപ്പോൾ ജലന്ധര പറഞ്ഞു, ഞാൻ ഇപ്പൊ പരിചാരികയാണെന്ന് തോന്നുന്നുണ്ടോ? പരിചാരികയുടെ വസ്ത്രം ധരിച്ചു വന്നേ ഉള്ളൂ. അപ്പൊ ഭീമസേനൻ പറഞ്ഞു, ജലന്ധര, എനിക്ക് അത്ഭുതമായിരിക്കുന്നു. നീ എന്തിനാണ് ഈ അർദ്ധരാത്രിക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞു വന്നത്? അപ്പൊ ജലന്ധര പറഞ്ഞു, വെറുതെ എനിക്ക് അങ്ങയെ ഒന്ന് കാണണമെന്ന് തോന്നി. അപ്പൊ എനിക്ക് അങ്ങയെ ഒന്ന് കാണണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അങ്ങയെ കാണാനായിട്ട് വന്നു, അല്ലാതെ വേറെ യാതൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു, ദേ നോക്കൂ, ഞാനൊരു വിഡ്ഢിയല്ല, ഞാനൊരു മണ്ടനാണെന്ന് കരുതരുത്. അർദ്ധരാത്രിക്ക് ആരോരും അറിയാതെ ഇത്രയും കൂടുതൽ ഭയങ്കരമായ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ റിസ്ക്, ഇത്രയും കൂടുതൽ അപകടം പിടിച്ച ഈ സംഗതി എടുത്ത് എന്നെ കാണാൻ വരണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഗൗരവമുള്ള എന്തോ ഒന്നുണ്ട്. അതെന്താണെന്ന് എന്നോട് പറഞ്ഞാലും
അതെന്താണെങ്കിലും നമുക്കതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ പറഞ്ഞു, നോക്കൂ വൃകോദര രാജാവേ, വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ് ഞാൻ അങ്ങയോട് പറയാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചു, അതെന്താണ്? മറ്റൊന്നുമല്ല, വസുദേവ കൃഷ്ണനെ കണ്ടൊരു കാര്യം ഉണർത്തിക്കണം, അതിനങ്ങ് സഹായിക്കണം. ഭീമസേനം പൊട്ടിച്ചിരിച്ചു. കൊള്ളാം, നല്ല കാര്യം. ഇതിന് എന്റെ സഹായം എന്തിന്? പ്രഭാതം മുതൽ പ്രദോഷം വരെ, അതായത് രാവിലെ മുതൽ രാത്രി വരെ ചുമ്മാ ചിരിച്ചോണ്ട് കൃഷ്ണൻ അങ്ങനെ ഇരിക്കുകയല്ലേ. അയാളെ കാണാനായിട്ട് യുവതികളുടെയും ബാലികമാരുടെയും ഒക്കെ ഒരു പ്രഭാതം തന്നെയല്ലേ. മഹാഭാഗ്യവാനല്ലേ ഈ കാര്യത്തിൽ. അപ്പോൾ പറഞ്ഞു, നോക്കൂ, എനിക്ക് അദ്ദേഹത്തെ കാണേണ്ടത് മറ്റുള്ളവർ കാണുന്നത് പോലെ അല്ല. ഭീമസേനൻ ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് നിനക്ക് കാണേണ്ടത്? അപ്പോൾ പറഞ്ഞു, എനിക്ക് വളരെ രഹസ്യമായിട്ടാണ് കാണേണ്ടത്, അതീവ രഹസ്യമായിട്ടാണ് എനിക്ക് കാണേണ്ടത്. ഒറ്റയ്ക്ക്, എനിക്ക് കൃഷ്ണനെ ഒറ്റയ്ക്ക് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓടൻ മുഖത്തടിച്ച കണക്ക് ഭീമസേനൻ പറഞ്ഞു, സാധ്യമല്ല, ഒരു കാരണവശാലും സാധ്യമല്ല. അവിവാഹിതയായ കന്യകയായ ജലന്ധരയെ രഹസ്യമായി ഞാൻ കൃഷ്ണന് പരിചയപ്പെടുത്താനോ കൊള്ളാം. കണ്ട സ്ത്രീകളുടെ മനം കവരുന്ന വിദ്വാനാണ് ഈ കൃഷ്ണൻ എന്ന് പറയുന്നത്. കൃഷ്ണനെ അറിയില്ല, ഏത് പെണ്ണിന്റെയും മനം കവരും. അതറിഞ്ഞു വെച്ചുകൊണ്ട് ജലന്ധരെ, നിന്നെ ഞാൻ കൃഷ്ണനുമായി ഒറ്റയ്ക്കിരുന്ന് കാണാൻ അവസരം ഞാൻ തന്നെ ഒരുക്കി തരണമെന്നില്ലേ? പറ്റത്തില്ല. അപ്പൊ ജലന്ധര പറഞ്ഞു, നോക്ക്, അങ്ങ് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. എൻ്റെ ജ്യേഷ്ഠത്തി പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ ജ്യേഷ്ഠത്തി പറഞ്ഞിരിക്കുന്നു, ഞാൻ നേരിട്ട് ആരെ കാണണം? കൃഷ്ണനെ കണ്ടൊരു വിവരം ഉണർത്തിക്കണം. അപ്പോൾ ഭീമസേനൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിന്റെ ജ്യേഷ്ഠത്തിക്ക് നേരിട്ടങ്ങ് ചെന്നാ പോരെ, അല്ലാതെ നീ എന്തിനാ പോകുന്നത്? അപ്പൊ ജലന്ധര പറഞ്ഞു, വൃകോദര രാജാവേ, അങ്ങനെയല്ല. ദുര്യോധനനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രു കൃഷ്ണനാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ജ്യേഷ്ഠത്തി കൃഷ്ണനെ കാണരുതെന്ന് പറഞ്ഞ് വിലക്കിയിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ജ്യേഷ്ഠത്തി ഭാനുമതിക്ക് വളരെ പ്രധാനപ്പെട്ട, വളരെ ഗുരുതരമായ ഒരു സംഗതി കൃഷ്ണനോട് ഉണർത്തിക്കാനുണ്ട്. അതിനു വേണ്ടി എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, അത് കൊള്ളാം. നോക്കൂ, ഭാനുമതിയുടെ ഭർത്താവ് ദുര്യോധനന്റെ ശത്രുവാണ് കൃഷ്ണൻ. തൻ്റെ ഭർത്താവിനെ, ശത്രുവിനെ കാണണമെന്ന് എന്തിനാണ് ഇങ്ങനെ കടന്ന് വാശി പിടിക്കുന്നത്? ഇതിനകത്ത് ദുര്യോധനന്റെ എന്തോ ഒരു കുതന്ത്രമുണ്ട്. നോക്കൂ, ഈ ദുര്യോധനന്റെ ശത്രുവും ഞാനാണ്, ദുര്യോധനന്റെ കൊടും ശത്രുവാണ് ഞാനെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതാ ദുര്യോധനൻ ഒപ്പിച്ച എന്തോ ഒരു തന്ത്രമാണ്. അവൻ തന്നെ അവൻ്റെ ഭാര്യയെടുത്ത് പറഞ്ഞ്, നിന്നെ കൊണ്ട് എന്നിലൂടെ എന്തോ നടത്തിക്കാനുള്ള ഒരു സംഗതിയാണ്. ഞാനില്ല, ഞാൻ നിനക്ക് അനുകൂലമായിട്ട് നിന്നാൽ അത് നാളെ എൻ്റെ പരാജയത്തിൽ കലാശിച്ചാലോ? അപ്പോൾ ജലന്ധര പറഞ്ഞു, വൃകോദര രാജാവിനെ ആര് പരാജയപ്പെടുത്താൻ? വൃകോദര രാജാവിനെ ഈ പ്രപഞ്ചത്തിൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഭീമസേനൻ പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് യുദ്ധത്തിന്റെ കാര്യമല്ല, ചതി, കുതന്ത്രത്തിലൂടെ എന്നെ ആരെങ്കിലും ഇല്ലാതാക്കാൻ, നശിപ്പിക്കാൻ എന്തോ ഒരു ചതി, ആ ചതിക്ക് വേണ്ടിയാണോ ഇത് ചെയ്യുന്നതെന്ന് ആർക്കറിയാൻ പറ്റും? അപ്പോൾ പറഞ്ഞു, ഇല്ല, ചതിക്ക് വേണ്ടി അല്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് കാര്യമെന്ന് എന്നോട് പറയും. ആ കാര്യം എന്താണെന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ തീരുമാനിക്കാം. അപ്പൊ ജലന്ധര പറഞ്ഞു, അതൊരു സ്വകാര്യമാണ്, പറയാൻ പറ്റില്ല. അപ്പോൾ ഭീമസേനൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ കൃഷ്ണന് പരിചയപ്പെടുത്തില്ല. അപ്പൊ ജലന്ധര പറഞ്ഞു, നോക്കൂ, ഇതെന്റെ ഒരു അപേക്ഷയാണ് അങ്ങയോട്. എൻ്റെ ഈ അപേക്ഷ അങ്ങ് നിരസിക്കുമോ? പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഭീമസേനൻ പറഞ്ഞു, നിരസിച്ചിരിക്കുന്നു, ഒരു കാരണവശാലും ഞാനില്ല. ഞങ്ങളൊരു പ്രത്യേക ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ സമയത്ത് ദുര്യോധനന്റെ ഭാര്യയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും.
അപ്പോൾ ജലന്ധര പൊട്ടിക്കരഞ്ഞുപോയി. പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, ഞാൻ ചെയ്തത് വിഡ്ഢിത്തരമാണ്, ഞാൻ ചെയ്തത് വിഡ്ഢിത്തരമാണ്. അപ്പോൾ ചോദിച്ചു, ജലന്ധര നീ കരയുന്നതിന്, നിനക്ക് എന്ത് അബദ്ധമാണ് നിനക്ക് പറ്റിയത്? എനിക്ക് പറ്റിയ അബദ്ധമോ? സ്വയംവര ചടങ്ങ്, സ്വയംവര ചടങ്ങിൽ അങ്ങ് വരുമെന്ന് ഞാൻ കരുതി. അപ്പോൾ ഭീമസേനൻ പറഞ്ഞു, സ്വയംവര ചടങ്ങിൽ ഞാൻ വരും, ഞാൻ വന്ന് ഞാൻ നിന്നെ കൊണ്ടുപോകും ജലന്ധരേ. വേണ്ട വേണ്ട, എൻ്റെ ജ്യേഷ്ഠത്തിക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വാക്ക് സാധിച്ചു തരാത്ത ആളിനെ ഒരു സ്വയംവരത്തിലും സ്വീകരിക്കാൻ, അത്രയും പറഞ്ഞിട്ട് വീണ്ടും പൊട്ടിക്കരഞ്ഞു. പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഇല്ല വേണ്ട, എൻ്റെ സ്വപ്നം പാഴായി പോയ സ്വപ്നമാണ്. പക്ഷേ അപ്പോഴും ഭീമൻ അനങ്ങിയില്ല. കാരണം ഇതിനകത്ത് എന്തോ കുഴപ്പമുണ്ടെന്ന് ഭീമന്റെ മനസ്സ് പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് ജലന്ധര പറഞ്ഞു, ഞാൻ പോവുകയാണ്, ഒരു കാര്യവും കൂടെ, ഇത് അങ്ങയോട് പറയാൻ അത്രയും ധൈര്യം എനിക്കില്ലായിരുന്നു. എൻ്റെ ജ്യേഷ്ഠത്തിയോട് ശ്രീ രാധയാണ് പറഞ്ഞത് പറയാൻ. ഭീമസേനൻ പറഞ്ഞു, എന്ത് രാധയോ? അതെ, രാധയാണ് പറഞ്ഞത്. ഇത് ഭീമസേനനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഭീമസേനൻ ആകപ്പാടെ അങ്ങ് ആശയക്കുഴപ്പത്തിലായി. ഭീമസേനൻ പറഞ്ഞു, ജലന്ധരെ നീ കരയാതെ കരയാതെ. രാധ പറഞ്ഞു, ഇല്ലേ, ഒരു കാര്യം ചെയ്യൂ, ഞാൻ സാധിച്ചു തരാം, നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. അപ്പൊ ചോദിച്ചു, സത്യമാണോ? അപ്പോൾ ഭീമസേനൻ പറഞ്ഞു, സത്യമാണ്, നിന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഞാൻ സാധിച്ചു തരാം. നോക്കൂ ജലന്ധരെ, രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, രാധ പറഞ്ഞിരിക്കുന്നു, രാധ പറയണമെങ്കിൽ അതിൽ എന്തോ ഒന്നുണ്ട്. രണ്ട്, നീ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്, നീ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവർ സഹായം ചോദിച്ചാൽ ഞാൻ അവരെ കൈയൊഴിയില്ല. അപ്പോൾ പറഞ്ഞു, ഞാൻ അങ്ങയോട് എന്നും നന്ദിയുള്ളവളാണ്. അന്ന് ഉൽക്കോചക തീർത്ഥത്തിൽ മുങ്ങി മരിക്കാൻ പോയ എന്നെ രക്ഷിച്ചത് അങ്ങാണ്. എന്നിട്ട് അല്പം ശബ്ദം താഴ്ത്തി പറഞ്ഞു, എന്നെ എടുത്തുകൊണ്ട് കയ്യിലെടുത്തുകൊണ്ട് ധൗമ്യാശ്രമത്തിൽ പോകാൻ വേണ്ടി അങ്ങ് മനഃപൂർവ്വം വള്ളം മുക്കിയതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു, അല്ല, ഈ രാധ ആരാണ് വൃഗോദര മഹാരാജാവേ? അപ്പൊ വൃഗോദരൻ പറഞ്ഞു, നോക്കൂ, ഈ രാധ എന്ന് പറയുന്നത് ഈ സകല പെണ്ണുങ്ങളെയും വിരൽത്തുമ്പിൽ നിർത്തുന്ന ആ ആളുണ്ടല്ലോ, കൃഷ്ണൻ. സകല പെണ്ണുങ്ങളും അയാൾക്ക് ചുറ്റുമാണ്, പക്ഷേ അയാളുണ്ടല്ലോ രാധയ്ക്ക് ചുറ്റുമാണ്. ഭീമസേനൻ അങ്ങനെ, ഭീമസേനൻ നിഷ്കളങ്കനായതുകൊണ്ടാണ് കൃഷ്ണനെ അയാളെന്ന് വിളിക്കുന്നത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. കൃഷ്ണൻ തൻ്റെ അനുജനാണെന്നും കൃഷ്ണനോട് തനിക്ക് അത്രയും സ്വാതന്ത്ര്യമുണ്ടെന്നും ഒരു ചിന്ത ആർക്കുണ്ട്? ഭീമസേനനുണ്ട്. അപ്പൊ അങ്ങേയറ്റം നിഷ്കളങ്കനായതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു, നോക്കൂ. അപ്പോൾ ജലന്ധരയ്ക്ക് പിന്നെയും അത്ഭുതമായി, കൃഷ്ണൻ ഒരു പെണ്ണിന്റെ പുറവിനോ? ഈ ലോകത്തെ സകല സ്ത്രീകളും കൃഷ്ണന്റെ പിന്നാലെയല്ലേ? ഭീമസേനൻ പറഞ്ഞു, എനിക്ക് മനസ്സിലാകാത്തത് അതാണ്, എനിക്കും മനസ്സിലാകാത്തത് അതാണ്. ഈ നാട്ടിലെ പെണ്ണുങ്ങൾ മുഴുവനും കൃഷ്ണന്റെ പുറവിനാണ്. പക്ഷെ ഈ കൃഷ്ണനാകട്ടെ ഈ രാധ എന്ന പെണ്ണിന്റെ പുറകിനാണ്. രാധ പറയുന്നതിനപ്പുറം കൃഷ്ണനില്ല. ഒന്നും കൂടെ എനിക്കറിയാം, ഈ രാധയ്ക്ക് എന്തൊക്കെയോ ചില അത്ഭുതങ്ങൾ കാട്ടാൻ കഴിയുന്നുണ്ട്. എനിക്കങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചു, ഈ രാധ എങ്ങനെ സുന്ദരിയാണോ? അപ്പോൾ പറഞ്ഞു, ആയിരിക്കും, എനിക്കറിയില്ല, അങ്ങേ അറ്റം സുന്ദരിയാണെന്നാണ് വൃന്ദാവനത്തിൽ നിന്നുള്ള വാർത്തകൾ. അത്രയും സുന്ദരിയായ ഒരു സ്ത്രീ ഈ പ്രപഞ്ചത്തിൽ ഇല്ലത്രേ. നോക്കൂ ജലന്ധരെ, അല്ലെങ്കിൽ ഈ കൃഷ്ണൻ ഒരു പെൺകുട്ടിയുടെ പുറവിന് നടക്കൂ? കൃഷ്ണൻ അങ്ങോട്ടൊരു പെണ്ണിന്റെ പുറവിന് നടക്കണമെങ്കിൽ അവളുടെ സൗന്ദര്യം ഈ പ്രപഞ്ചത്തിലെ സകല സ്ത്രീകളുടെയും സൗന്ദര്യത്തെ കടത്തിവെട്ടുന്ന ഒന്നായിരിക്കണമല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ജലന്ധര പറഞ്ഞു, എന്തായാലും എൻ്റെ ഒരാഗ്രഹമാണ് രാധയെ ഒന്ന് കാണണമെന്ന്. അപ്പോൾ പറഞ്ഞു, അതൊക്കെ സാധിക്കും. എന്നിട്ട് ചോദിച്ചു, എന്നാണ് നിന്റെ സ്വയംവരം? അപ്പോൾ പറഞ്ഞു, അടുത്ത വർഷമാണ് സ്വയംവരം. ഭീമസേനൻ ഒന്ന് ഞെട്ടി. അടുത്ത വർഷമാകുമ്പോൾ യുധിഷ്ഠിരന്റെ ഊഴം കഴിഞ്ഞ് തനിക്ക് ദ്രൗപദിയുമൊത്തുള്ള ഊഴമാണ്. ആ സമയത്ത് കല്യാണം വെച്ചാൽ എങ്ങനെയാണ്? അപ്പോൾ ഭീമസേനൻ പറഞ്ഞു, അല്ല ജലന്ധരേ,
ഈ സ്വയംവരമൊക്കെ എന്തിന്? നമുക്കങ്ങ് ഗാന്ധർവ വിധി പ്രകാരം ഇപ്പൊ തന്നെ കല്യാണം കഴിച്ചാലോ? അപ്പൊ ജലന്ധര പറഞ്ഞു, എന്തൊരു തിരക്കാണ് വൃകോദര രാജാവേ. എന്നെ സംബന്ധിച്ചിടത്തോളം സ്വയംവരത്തിൽ വന്ന് എന്നെ പുരുഷൻ അവിടെ വന്ന് എന്നെ വിവാഹം കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. ഞാനൊരു ആര്യ സ്ത്രീയാണ്. അവിടെ നടക്കുന്ന പന്തയത്തിൽ ജയിച്ച് എന്നെ വിവാഹം കഴിക്കുന്നതാണ്, ഒരു പുരുഷൻ വിവാഹം കഴിക്കുന്നതാണ് എനിക്കേറെ പ്രിയമെന്ന് പറയുന്നത്. ദ്രൗപദിയെ അങ്ങയുടെ സഹോദരൻ വിവാഹം കഴിച്ചത് അങ്ങനെയല്ലേ? അപ്പൊ ഭീമസേനൻ പറഞ്ഞു, അതെ അതെ അതെ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ നിനക്ക് ഞാൻ വാക്ക് തരുന്നു, നാളെ ഇതേ സമയത്ത്, അതായത് അർദ്ധരാത്രിക്ക് നിനക്ക് രേഖയുമൊത്ത് ഇവിടെ വരാമോ? വരാമെങ്കിൽ ശ്രീകൃഷ്ണനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കും. അപ്പോൾ പറഞ്ഞു, ഞാൻ വന്നിരിക്കും. അപ്പോൾ പറഞ്ഞു, നോക്കൂ, ഈ കൃഷ്ണൻ അങ്ങനൊന്നും വരുത്തില്ല കേട്ടോ. പക്ഷെ ഒരു കാര്യം, ഞാൻ വാക്ക് തന്നതാ, ഞാൻ വലിച്ചടച്ചിട്ടായാലും ശരി കൃഷ്ണനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കും നാളത്തെ ദിവസം. അപ്പോൾ പറഞ്ഞു, ജലന്ധര പറഞ്ഞു, വൃകോദര രാജാവ് വിചാരിച്ചാൽ ഈ പ്രപഞ്ചത്തിൽ എന്താണ് നടക്കാത്തത്? അപ്പോൾ ഒന്ന് ഭീമസേനൊന്ന് മനസ്സ് തുറന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പോൾ ഒരുപാട് നേരം വെളുക്കുന്നത് വരെ നിൽക്കണ്ട, അപകടമാണ്. ബില്യന്റെ പുത്രനും മഹാമല്ലനുമായ സോമേശ്വരൻ പുറത്ത് നിൽപ്പുണ്ട് അല്ലേ? നിങ്ങൾ സോമേശ്വരനോടൊത്ത് പൊയ്ക്കൊള്ളൂ, നിങ്ങളെ കുറച്ച് വിട്ട് ഞാൻ പിന്തുടർന്നു കൊള്ളാം. അങ്ങനെ എന്ത് ചെയ്തു? ഈ രണ്ട് യുവതികളും മുറ്റത്തിറങ്ങി. സോമേശ്വരൻ എന്ന മഹാമല്ലൻ അവർക്ക് അകമ്പടിയായി അവരുടെ കൂടെ നടന്നു. അവർ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഭീമസേനൻ അവിടെ നിന്നിറങ്ങി. ഒരല്പം ദൂരം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജലന്ധരയ്ക്ക് മറ്റൊരു കാവലാൾ എന്നതുപോലെ പുറവിന് നടന്നു. അങ്ങനെ നടന്നപ്പോഴാണ് ഭീമസേനൻ ഒരു കാഴ്ച കണ്ടത്. അങ്ങനെ നടന്നപ്പോഴാണ് അവിടെ വൃക്ഷത്തിന്റെ മറവിൽ ഒരു ചെറിയ ആളനക്കം കണ്ടു. അപ്പോൾ ഭീമസേനൻ വിചാരിച്ചു, ഇതാരാണ്? ഭീമസേനൻ ഒന്നും കൂടെ വളരെ ജാഗരൂകനായി. ആ സമയത്ത് ജലന്ധര മുമ്പോട്ട് നടക്കുകയാണ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു? ഭീമസേനൻ നടക്കുന്നതിനനുസരിച്ച് ഒരു മരത്തിന്റെ മറവിൽ നിന്ന് അടുത്ത മരം, അതിന്റെ മറവിൽ നിന്ന് അടുത്ത മരം. ഭീമസേനൻ എന്ത് ചെയ്തു? ഒറ്റ കുതിപ്പിന് ചാടി അവന്റെ പുറത്ത് വീണ് അവനെ തൂക്കിയെടുത്ത് അവനെ നിലത്തിട്ടിട്ട് അവന്റെ നെഞ്ചത്ത് കയറിയിരുന്നു. കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, പറയൂ, നീ ആരാണെന്ന് പറയൂ. അപ്പോൾ അവൻ പറഞ്ഞു, ഭീമസേന മഹാരാജാവേ, എന്റെ കഴുത്തിൽ നിന്ന് കൈവിട്ടാലല്ലേ എനിക്ക് പറയാൻ പറ്റൂ. അപ്പോൾ ഭീമസേനൻ പറഞ്ഞു, സത്യം പറയണം, നിന്നെ ദുര്യോധനൻ നയിച്ചതാണോ? സത്യമല്ലാതെ എന്തെങ്കിലും പറഞ്ഞാൽ ഈ നിമിഷം നിന്നെ ഞാൻ വധിച്ചിരിക്കും. അപ്പോൾ ആ കിടന്ന യുവാവ് പറഞ്ഞു, ഭീമസേന മഹാരാജാവേ, എന്നെ വധിക്കാൻ അങ്ങേക്ക് കഴിയില്ല. എന്നെ വധിക്കണമെങ്കിൽ ഒരാളുടെ അനുവാദം വേണം. ഭീമസേനൻ ഞെട്ടിപ്പോയി. സാധാരണഗതിയിൽ ഭീമസേനന്റെ കയ്യിൽ ഒരാൾ പെട്ടാൽ ജീവന് വേണ്ടി യാചിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഇയാൾ പറയുന്നു, എൻ്റെ ജീവൻ എടുക്കാൻ ഒരാളുടെ അനുവാദം വേണ്ടി വരും. അപ്പോൾ ചോദിച്ചു, നിന്റെ ജീവൻ എടുക്കണമെങ്കിൽ ആരുടെ അനുവാദം? ഈ ഭീമസേനൻ ആരുടെയും അനുവാദം വേണ്ട, ഇപ്പം ജീവൻ എടുക്കും. കഴിയില്ല ഭീമസേന മഹാരാജാവേ, എൻ്റെ ജീവൻ എടുക്കണമെങ്കിൽ ഒരാൾ അനുവദിക്കണം. അപ്പോൾ ഭീമസേനൻ ചോദിച്ചു, ആരാണത്? അപ്പോൾ ഇയാൾ പറഞ്ഞു, രാധയുടെ അനുവാദമില്ലാതെ എൻ്റെ ജീവൻ എടുക്കാൻ ആർക്കും സാധിക്കില്ല. പെട്ടെന്ന് ഭീമസേനന്റെ കൈകളയഞ്ഞു. അല്ല, നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാര്? അപ്പോൾ പറഞ്ഞു, എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതോ ബർസാനയിലെ കിരീടം വക്കാത്ത മഹാറാണി, വൃന്ദാവനത്തിന്റെ കെടാവിളക്ക്, സാക്ഷാൽ യദുകുല നന്ദൻ ശ്രീകൃഷ്ണന്റെ പ്രിയ 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 ഭാമിനി, സാക്ഷാൽ ശ്രീരാധയുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ വന്നത്. അപ്പോൾ ഭീമസേനൻ അവന്റെ നെഞ്ചത്ത് നിന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, എഴുന്നേക്കൂ, നീ എന്തിനാ വന്നത്? അപ്പോൾ പറഞ്ഞു, അങ്ങയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി രാധാ മഹാറാണി എന്നെ പറഞ്ഞു വിട്ടതാണ്. ഭീമസേനൻ പറഞ്ഞു, എൻ്റെ ജീവൻ രക്ഷിക്കാനോ?
എൻ്റെ ജീവൻ ഒരു കുഴപ്പവുമില്ല. അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ, ഇന്നത്തെ ചന്ദ്രോദയം, ഈ ചന്ദ്രൻ ആകാശത്ത് മറഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അങ്ങേക്ക് മരണം സംഭവിച്ചിരിക്കും. ഭീമസേനൻ ഒന്ന് ഞെട്ടിപ്പോയി. എന്താ പറഞ്ഞത്? അതെ, അങ്ങയുടെ ആയുസ്സുകൾ ഇനി മണിക്കൂറുകൾ മാത്രമാണ്. അതിനു വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ മണിക്കൂറുകൾ കഴിയുമ്പോൾ അങ്ങ് മരിക്കും, നിശ്ചയമായും അങ്ങ് മരിക്കും. ഭീമസേനന് എന്തെന്നില്ലാത്തൊരു അങ്കലാപ്പ് തോന്നി. പറയുന്നത് രാധയാണ്. ഭീമസേനൻ പറഞ്ഞു, എന്നെ നേരിട്ട് വന്ന് എതിർത്താർക്കും കൊല്ലാൻ പറ്റില്ല. ഇതങ്ങനെയല്ല ഭീമസേന മഹാരാജാവേ. താങ്കളുടെ ജീവിതം ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ആ മണിക്കൂറുകൾക്കുള്ളിൽ എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിശ്ചയമായും അങ്ങ് മരിക്കും. അങ്ങ് യമരാജന്റെ സന്നിധിയിലേക്ക് പോകും. രാധാറാണി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഭീമസേനൻ അയാളുടെ മുഖത്തെ ഉത്കണ്ഠയോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതെ, എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഭീമസേനന്റെ ജീവൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? വെറും 3-4 മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഭീമസേനൻ യമലോകത്തേക്ക് പോകാൻ പോകുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്ത് കാരണം കൊണ്ടാണ് ഇനി ഭീമസേനന്റെ ആയുസ് വെറും 3-4 മണിക്കൂറായി ചുരുങ്ങിയത്? അതിനെ എങ്ങനെ അതിജീവിക്കാൻ പറ്റും? ഇത് ബെർസാനയിലിരിക്കുന്ന രാധാ മഹാറാണി എങ്ങനെ അറിഞ്ഞു? രാധാ മഹാറാണി എന്തിനാണ് ആളിനെ വിട്ടത്? ഈ 3 മണിക്കൂർ മാത്രം ആയുസുള്ള ഭീമസേനനെ ആ മരണത്തിന്റെ വസ്ത്രത്തിൽ നിന്ന് രാധാറാണിക്ക് എങ്ങനെ രക്ഷിക്കാൻ പറ്റും? ത്രസിപ്പിക്കുന്ന നിമിഷങ്ങൾ, രോമാഞ്ചമുണർത്തുന്ന ത്രസിപ്പിക്കുന്ന അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കൂ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹാ.